എല്ലാവർക്കും സ്വാഗതം. ഞാൻ മോളുടെ സ്കൂളിലോട്ട് ഞങ്ങളിന്ന് പോവുമായിരുന്നു. കരോട്ടെ ഉണ്ടായിരുന്നു. അപ്പോൾ കരോട്ടെ സാറിന് ലേറ്റായിട്ട് വന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ പോകുന്നിടത്തൊന്നും എടുക്കാൻ പറ്റിയതേ ഇല്ല. അപ്പോൾ പിന്നെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ സാറിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോരുത്തരെ കൊണ്ട് സൺഡേയിൽ പ്രോഗ്രാമുണ്ട് കരോട്ടയുടെ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ട്രയൽ ചെയ്യുക. സാറ് ഓരോ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ച് നോക്കുവാണേ. അപ്പോൾ അവളിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമോ, എന്തോ ചെയ്യണോ. കുറേ ക്ലാസ്സിനൊന്നും പോയില്ലായിരുന്നു, പനിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവൾ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമോ, എന്തോ ചെയ്യണം. അവർ കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കും. കൂടെ എന്നെ നോക്കുന്നുണ്ട്, അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. അത് ആദ്യമേ കുഞ്ഞു കുട്ടികളാണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ നോക്കുന്നതെന്ന് തോന്നുന്നു. സാറ് നിൽക്കുന്നിടത്ത് ഓമാർ നിൽക്കുന്നില്ല, ഓടി പോവുക. സാറ് പറയുന്നത് സ്ട്രെയിറ്റ് നടുക്ക് പൊസിഷനിൽ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അവന്മാരിങ്ങനെ പൊക്കോണ്ടിരിക്കുക, പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല. അപ്പം നോക്കുക, അവർ ചെയ്യുന്ന കണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഇങ്ങനെ ഇരിക്കുള്ളൂ. പിന്നെ ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു. രാവിലെ ഭയങ്കര മഴയായിട്ട് ഞങ്ങൾ പോയ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബസ്സിലൊന്നും കയറിയപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിമാതിരി മഴയായിരുന്നു. കരോട്ടെ ഓരോ പൊസിഷൻ സാർ എങ്ങനെ സൺഡേയിൽ ചെയ്യണം എന്നുള്ള ഇതൊക്കെ കാണിച്ചു കൊടുക്കുക. പിന്നെ എന്തുകൊണ്ടൊക്കെ വിശേഷം? അവിടെ ഇവിടേക്ക് മഴയുണ്ടോ നിങ്ങളുടെ അവിടേക്ക്? ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് എടുത്തത്. കുറച്ച് തോന്നുന്നു. ഇതാ ഏറ്റവും ഇതിനകത്ത് മുതിർന്ന പിള്ളേർ ഇതാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അന്ന് അവർ നല്ല ഫൈറ്റിങ് ചെയ്യുന്നുണ്ട്. അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ സാറിൻ്റെ അവിടെ കരോട്ടെ പഠിക്കാൻ പോകുന്ന പിള്ളേർ, അതാ ഓറഞ്ച് ബെൽറ്റ് കിട്ടിയത്. ബാക്കി യെല്ലോ ബെൽറ്റ് എല്ലാം സ്കൂളിൽ തന്നെ ചെയ്ത പിള്ളേരാണ്. അല്ലാതെ സാറിൻ്റെ അവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഓറഞ്ച് ബെൽറ്റ് കിട്ടുകയുള്ളൂ. നല്ല ഫൈറ്റിങ്. സാറ് വാവിച്ച് സാറിൻ്റെ ഉപ്പാട് വരും. ആളെത്തി. അടുത്ത ഇവളാണ്. അവളാണെങ്കിൽ അങ്ങ് ഇടിക്കുക. സാറ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ടെൻഷൻ അടിച്ച് ചെയ്തു കേട്ടോ. നല്ല ഇടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗെയിംസ് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സൺഡേയിൽ പ്രോഗ്രാമാണ്. ഇന്നാവോ ഔട്ടാവോ ഒന്നും അറിഞ്ഞൂടെ. അവൾ ക്ലാസ് അധികം അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതൽ പണിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൂടുതൽ അറ്റൻഡ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വീട്ടിലെത്തി. ബൈ ബൈ. ഇനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.